പ്രൈസറോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളിലേക്കും ഒക്കെയുമായിരുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം. നിങ്ങൾ എനിക്ക് ഉള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച വചനത്തിനകത്തെ ആ വചനങ്ങളെ നാം ശ്രദ്ധയോടെ ഒന്നുകൂടെ വായിച്ചാൽ, നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. 2, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് യാഗങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ശക്തമായ മുന്നറിയിപ്പും അതിലുള്ള ദൂതുകളും ആലോചനകളും നമുക്ക് പ്രാരംഭ ഭാഗത്ത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പിന്നെ നാം ആ പുസ്തകം വായിച്ചു വരുമ്പോൾ ജീവിത വിശുദ്ധിയെക്കുറിച്ച് നിരന്തരമായി നാം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും, നാം തിന്നുന്ന കാര്യങ്ങളും തിന്നരുതാത്ത കാര്യങ്ങളും എന്ന് വേണ്ട വിവിധ നിലകളിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അറിവ് നൽകി അവന്റെ ബുദ്ധിയിലേക്ക്, അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ള ശക്തമായ പ്രബോധനങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലേവ്യ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദൈവഭക്തൻ ലേവ്യ പുസ്തകം മുഴുവനും അതാവർത്തിച്ച് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് കടന്നു പോകാൻ സമയമില്ല. നാം വായിച്ച് 20-ാം അധ്യായം. 20-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നമ്മൾ കാണുമ്പോൾ മക്കളെ ബലിയർപ്പിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ അത്ഭുത പ്രവൃത്തികൾ, കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി മക്കളെ ബലിയർപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവർക്കുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച് ഈ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഈ ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അധാർമികമായ ലൈംഗിക ബന്ധത്തിനുള്ള ശിക്ഷ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അധാർമികമായ ലൈംഗിക ബന്ധങ്ങൾ ദൈവത്തിന് വെറുപ്പാണ്. അതിന് ദൈവം കഠിനമായി ശിക്ഷിക്കും. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിലെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യരെല്ലാം മറന്ന് വിവിധ തലങ്ങളിലുള്ള അധാർമികമായി ലൈംഗിക ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ കഠിനമായ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. അധാർമികമായി ലൈംഗിക ബന്ധം പുലർത്തി ജീവിക്കുന്ന നീ ദൈവസന്നിധിയിൽ വെറുക്കപ്പെട്ടവനാണ്. കാരണം പാപം ദൈവം വെറുക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അധാർമികമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ദിനംതോറും പോകുന്നവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പം വിശുദ്ധിയെക്കുറിച്ചുള്ള അതിശ്രേഷ്ഠകരമായ പ്രമാണങ്ങൾ ലേവ്യ പുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പലർക്കും ആ പുസ്തകം വായിക്കാൻ പേടിയാണ്. പലരും വായിക്കത്തില്ല. കാരണം അത് വായിച്ച ജീവിതം ക്രമീകരിക്കും, ജീവിതം നന്നാവും. അതുകൊണ്ട് പലരും അത് വായിക്കാതെ മാറ്റിവെക്കുകയാണ്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരമെങ്കിൽ, കർത്താവിനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ ലേവ്യ പുസ്തകം തുടർമാനമായി വായിച്ച് ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശുദ്ധി എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പ്രസംഗത്തിനകത്ത് വിശുദ്ധിയില്ല, ജീവിതത്തിൽ വിശുദ്ധിയില്ല, സംസാരത്തിൽ വിശുദ്ധിയില്ല, നോട്ടത്തിൽ വിശുദ്ധിയില്ല, കേൾവിയിൽ വിശുദ്ധിയില്ല, കൊടുക്കവാങ്ങനകത്ത് വിശുദ്ധിയില്ല. അപ്പോഴത്തെ കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് വേണേലും അപ്പോൾ കിട്ടുന്ന രീതിക്കനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നവരാണ് മനുഷ്യൻ. ഭക്തന്മാരും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ എല്ലാം അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ, ഹല്ലേലൂയ, വിടുതലുകൾ എന്ന് വേണ്ട എന്തെല്ലാം കോലം കെട്ടുകളായി ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദൈവദാസന്മാർ ന്യൂ ജനറേഷൻ ചെയ്തു കൂട്ടുന്നത്.
ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദൈവജനവുമായി യാതൊരു ബന്ധവുമില്ലാതെ, വിശുദ്ധിക്കും വേർപാടിനും മാനസാന്തരത്തിനും രക്ഷയ്ക്കും സ്നാനത്തിനും അല്ലേലിയ കൂട്ടായ്മയ്ക്കും അല്ലേലിയ അപ്പം നുറുക്കലിനും പ്രാർത്ഥനയ്ക്കും ഒന്നും സ്ഥാനം കൊടുക്കാതെ, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് സഭയിലും പ്രസംഗവേദികളിലും പറയാതെ, അല്ലേലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും പണങ്ങളെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്ന പ്രാസംഗികർക്ക് ദൈവം കഠിനമായ ശിക്ഷ അയക്കും. പലരും അത് അനുഭവിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേലിയ കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റേജുകൾ ഇളക്കി പ്രസംഗിച്ച പലരും അല്ലേലിയ ദൈവസന്നിധി മാറ്റപ്പെട്ടു പോയി. സ്വതം ദൈവത്തെ കബളിപ്പിച്ചും ദൈവത്തെ പറ്റിച്ചും പിടിച്ചുപറിച്ചും വെട്ടിപ്പിടിച്ചും അപഹരിച്ചെടുത്തതുമൊക്കെ സൂക്ഷിച്ച് കോടാനുകോടികൾ ഉണ്ടാക്കിയ പലരും അവസാനം പട്ടുപോയ കഥകൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കാറുണ്ട്, നമ്മൾ നേരിൽ നിന്ന് കാണാറുമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ ഒന്നിലേക്കും പോകരുത്. ലേവ്യ പുസ്തക പ്രാരംഭ വായന തൊട്ട് നിങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേലൂയ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങൾ, വഴിപാടിനെ കുറിച്ച്, ആരാധനയെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, എങ്ങനെയെല്ലാം വിശുദ്ധി കാത്തു പരിപാലിക്കണം, സംരക്ഷിക്കണമെന്ന് വേദപുസ്തകത്തിൽ ശക്തമായി ദൂതുകൾ നമ്മോട് പറയുമ്പോൾ നാം എവിടെയെല്ലാം പോകണം, എങ്ങനെയെല്ലാം പോകണം, എവിടെല്ലാം ഇരിക്കണം, എന്തെല്ലാം സംസാരിക്കണം, എന്തെല്ലാം തിന്നണം, എന്തിനെയെല്ലാം നാം വളരെ കാണണം എന്നൊക്കെ ശക്തമായും വ്യക്തമായും വിളിച്ചറിയിക്കുന്ന അതിപ്രധാനമായ വിശുദ്ധ പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. അത് മാറ്റിവെച്ചിട്ട് പ്രസംഗിക്കുന്നത് ഈ കർത്തൃദാസന്മാരോട് പറയട്ടെ, ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവസഭയിൽ നിങ്ങൾ കൂടി വരുമ്പോൾ, ദൈവമക്കൾ കൂടി വരുമ്പോൾ, അനുദിന ജീവിതത്തിൽ, അനുദിന പ്രസംഗത്തിൽ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞ് അവരെ ബോധവാന്മാരാക്കണം. കാരണം ഈ ഭൂമിയിലെ ജീവിതമല്ല മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, മരണാനന്തരമുള്ള നിത്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. രക്ഷ എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. മാനസാന്തരം എന്താണെന്ന് പഠിപ്പിക്കണം. രക്ഷ എന്താണെന്നറിയാതെ, മാനസാന്തരം എന്താണെന്നറിയാതെ അനുഗ്രഹങ്ങളുടെ പിന്നാലെ മാത്രം കടന്നു വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ പലരും മടങ്ങിപ്പോയി. നിന്റെ പ്രസംഗം കൊണ്ട് എന്ത് ഗുണമുണ്ടായി? നിന്റെ ശുശ്രൂഷ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും പറയാതെ അധാർമികമായ ജീവിതത്തെക്കുറിച്ച്, ലൈംഗികമായ ജീവിതത്തെക്കുറിച്ച്, അധാർമികമായ ബന്ധങ്ങളെക്കുറിച്ച് നീ പറഞ്ഞു കൊടുക്കാതെ സഭയ്ക്കകത്ത് പാപികളെ വളർത്തിയെടുത്തത് കൊണ്ട് അവരുടെ ദശാംശവും അവരുടെ സ്വോത്രകാഴ്ചയും വാങ്ങി സഹകരിച്ച് അത് മേടിച്ച് നിന്ന് മുമ്പോട്ട് പോയാൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ ദൈവത്തിന് മുമ്പിൽ നീ വലിയ കുറ്റക്കാരനാണ്. ദൈവം നിന്നെ കഠിനമായ ശോധനയിലൂടെ കടത്തിവിടുമ്പോൾ, ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോൾ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് സഭയ്ക്കകത്ത് ശക്തമായിട്ടും വ്യക്തമായിട്ടും ഉപദേശം പറയണം. ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് ഒരാൾ വിളിച്ചു തന്നാൽ അതിനകത്ത് ശക്തമായ ദൈവിക ദൂതുകൾ, മാനസാന്തരത്തിന്റെ ദൂതുകൾ വിളിച്ചു പറയണം. പ്രൈസലോ. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം നമ്മൾ വായിച്ചത് 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ഇത് കർത്താവ് പറഞ്ഞ നമ്മൾ ദൈവത്തിന് വിശുദ്ധരായിരിക്കണം. യേശുക്രിസ്തു യഹോവയായ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും വിശുദ്ധന്മാരായിരിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന്, ആർക്കാ? യഹോവയായ ദൈവത്തിനുള്ളവരായിരിക്കേണ്ടതിന്, കർത്താവായ യേശുക്രിസ്തുവിനുള്ളവരായിരിക്കേണ്ടതിന് നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ച് ഇരിക്കുന്നു. അതേപോലെ ജാതികളിൽ നിന്ന് വേർതിരിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി, അല്ലെങ്കിൽ നമുക്ക് ആ പദവി തന്ന് നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കും. ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതത്തിന് അകപ്പെട്ട് നിന്റെ ജീവിതത്തെ നീ നഷ്ടപ്പെടുത്തി കളയാതെ, ഈ ലോകം അശുദ്ധിയിലൂടെ പോകുന്നു, പലരും അശുദ്ധിയിലൂടെ പോകുന്നു, അവർ പോകുന്നത് കണ്ട് നീയും അതിന്റെ പിന്നാലെ ഇഴയാതെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശുദ്ധിയോടെ ദൈവസന്നിധി വരുന്ന ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ, ദൈവത്തെ സ്തുതിക്കാൻ കടന്നു വരുമ്പോൾ, നീ ആലയത്തിൽ കടന്നു വരുമ്പോൾ നിന്റെ മനസ്സിനകത്തെ അശുദ്ധിയെ നീ നീക്കിക്കളയണം. നിന്റെ ജഡികമായ ചിന്തകളെ, ജഡികമായ ജീവിതത്തിലെ ജഡത്തിന്റെ പ്രവർത്തികളെ നീ ഉരിഞ്ഞു കളഞ്ഞിട്ട്
അല്ലെങ്കിൽ വിശുദ്ധിയോടെ നീ ദൈവത്തിൽ കടന്നു വരണം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനമെന്ന. അതുകൊണ്ടാണ് സ്തോത്രം വലിയ നിങ്ങൾ നാം റോമലേഖനം 8-ാം അധ്യായം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് ഒരു കടന്നുണ്ട്. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അത് ഇതിന്റെ ജഡത്തിന്റെ രാഗമോഹങ്ങളെ ആമി ക്രൂശിനോട് ചേർത്ത് ക്രൂശിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ഈ ലോകത്തിന്റെ ജനികമായ ചിന്തകളെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി നിൽക്കണം. കാരണം ദൈവം നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആമേ, ജാതീയ ദേവന്മാരോട് ബന്ധപ്പെട്ട് അവരുടെ അന്ധവിശ്വാസങ്ങളും അസന്മാർഗീയമായ പ്രവൃത്തികളും അവരെ ദൈവം മുമ്പാകെ അറപ്പും വെറുപ്പുമുള്ളവരാക്കി തീർത്തുന്ന ജാതികളുടെ ദേവന്മാരോടൊപ്പമുള്ള ചിന്തകളും അവരോടൊപ്പം കൂടിയുള്ള അന്ധവിശ്വാസങ്ങളും, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും അസന്മാർഗീയമായ പ്രവർത്തികളും അല്ലെങ്കിൽ അവരെ ദൈവത്തിൽ നിന്ന് അറപ്പുള്ളവരാക്കി, ദൈവത്തിൽ നിന്ന് വെറുപ്പുള്ളവരാക്കി അവരെ ദൈവത്തിന് അകറ്റിക്കളഞ്ഞു. ഇന്നത്തെ കാലത്തിന്റെ സഭയില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന ദൈവമായി ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ആരാധിച്ചിരുന്ന പലരും ഇന്ന് ഇരുതോടി കാലുവെക്കുന്നവരാ. ദൈവത്തെ മാമോനെ കൂടെ സേവിക്കുന്നവരാ. ചിലരൊക്കെ 2 ആഴ്ച സഭയിൽ കടന്നു വരും, 2 ആഴ്ച അവിടെ പാരമ്പര്യ സഭയിൽ കടന്നു പോകും. അല്ലേറിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്യുന്നു. അല്ലേറിയ അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. അതെല്ലാം അവരുടെ വീട്ടിൽ കാണാം. പഴയതുപോലെ തന്നെ അവരുടെ ജീവിതം ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന് കുരിഞ്ഞിരുന്ന് സ്തോത്രം പറയും. നമ്മളോർക്കും ഭയങ്കര വിശുദ്ധിയായിരിക്കും. നല്ല വിശുദ്ധിയുടെ ആരാധനയല്ല അത് കേട്ടോ, അത് അശുദ്ധിയുടെ ആരാധനയാണ്. ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നവൻ, ദൈവത്തെ അറിഞ്ഞവൻ, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, വിശുദ്ധ ജീവിതം ദൈവസഭയ്ക്ക് അകത്തിരുന്ന് ദൈവമക്കളോടൊപ്പം ചേർന്നിരുന്ന് ചെയ്യണം. അല്ലാതെ കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയാകരുത്. അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും, അല്ലെങ്കിൽ അവിടെയും പോകും ഇവിടെയും പോകും. അവിടെയും വന്നും പോയി നിൽക്കുന്ന അനവധി ആളുകൾ ഇന്ന് ദൈവസഭയെ പെരുകിക്കൊണ്ടിരിക്കുക. എത്ര ഉപദേശം പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ വന്ന വഴിയിലൂടെ തന്നെ മടങ്ങിപ്പോകുന്നവരാ. അല്ലേ, പണ്ട് ചില ആളുകൾ പറഞ്ഞ പോലെ നായുടെ വാല് 12 വർഷം കൊള്ളിട്ടാലും ഊരിയൻ വളഞ്ഞിരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ചിലരോട് എത്ര ഉപദേശം പറഞ്ഞാലും അവർക്ക് ഉപദേശം അവരുടെ കാതുകളിൽ കയറാത്ത വിധത്തില് ഈ ലോകത്തിന്റെ പിശാച്, ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുട
ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേർതിരിക്കപ്പെട്ടവരാണ് വിശുദ്ധൻ. ഹല്ലേലൂയ. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഈ ലോകത്തിന്റെ അധാർമികമായ ജഡിക ജീവിതത്തിൽ നിന്നും ഇവിടുത്തെ ലൗകിക ജീവിതത്തിൽ നിന്നും ഇവിടെ സകല അശുദ്ധിയിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനാണ്. ലോക സൗഹൃദങ്ങളിൽ നിന്ന്, സാത്താന്റെ സൗഹൃദങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ് വിശുദ്ധൻ. ഹല്ലേലൂയ. ദൈവീയാഗ്രഹങ്ങൾ വേർതിരിക്കപ്പെട്ടവരാ വിശുദ്ധൻ. ഹല്ലേലൂയ. പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവൻ വിശുദ്ധനല്ല, അവൻ അശുദ്ധനാണ്. ഹല്ലേലൂയ. സ്ഥാനമാനങ്ങളും മോഹങ്ങളും അധികാരങ്ങൾക്കും വേണ്ടി തമ്മിലടിച്ചും പടവെട്ടിയും പിടിച്ചു പറിച്ചും കസേര തള്ളയിട്ടും കസേര പിടിച്ചു വാങ്ങിയും ഒക്കെ നടക്കുന്ന വേഷഭൂഷാദികൾ അണിഞ്ഞവരും ലോക സൗഹൃദങ്ങളിൽ സാത്താന്റെ ഇഷ്ടം ചെയ്യുന്നവരാ. അവരൊന്നും വിശുദ്ധന്മാരല്ല. വിശുദ്ധൻ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ. അവൻ താഴ്മയുള്ളവനായിരിക്കും, വെളിമയുള്ളവനായിരിക്കും, സൗമ്യതയുള്ളവനായിരിക്കും. ഹല്ലേലൂയ. അവന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഓരോ ദിവസവും നിങ്ങളുടെ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ കർത്താവ് തന്റെ ദിവ്യ സ്വഭാവത്താൽ നിങ്ങളെ നിറച്ച് നിങ്ങളെ പൂർണ്ണ വിശുദ്ധന്മാരായി കാത്തുകൊള്ളും. ഹല്ലേലൂയ. ഓരോ ദിവസവും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ തന്നെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി വചനം അനുസരിച്ച് കർത്താവിന്റെ വരവ് വരെ അഥവാ നിങ്ങളുടെ മരണം വരെ വിശുദ്ധ ജീവിതം നയിക്കണം. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക്, ലോകത്തിന്റെ സൗഹൃദങ്ങൾക്ക് നീ വാമനദിയ കൂട്ടുചേർന്ന് നിന്നെ തന്നെ നീ നശിപ്പിക്കരുത്. നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. യേശുവര സമയമായി രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത്? ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആമേൻ. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, അല്ലെ സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ലെന്ന്. എന്താണ് വിശുദ്ധന്മാർ തങ്ങളുടെ കാലുകളെ വിശുദ്ധന്മാരുടെ കാര്യങ്ങളെ നമ്മുടെ കർത്താവ് കാക്കുന്നു, നാം വിശുദ്ധന്മാരുടെ കാര്യങ്ങളെ അവരും കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്വശക്തിയാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരുത്തനും ചെയ്യുകയില്ല. ഇന്ന് പകൽ എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടട്ടെ. ഒരു ശക്തമായ ദൈവിക സന്ദേശ ദൂതകൾ പറഞ്ഞത് വിശുദ്ധി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു വരാൻ സമയമായി, കർത്താവിന്റെ വരവിന്റെ സമയമായി, കാഹളധ്വനിക്ക് സമയമായി. നിങ്ങളുടെ നിത്യത നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ലോക സൗഹൃദ ബന്ധം എന്ന് പറയുന്ന സാത്താന്റെ ബന്ധനങ്ങൾ, കൂട്ടുകാരുമൊത്ത് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നീ കടന്നുപോയി അവർ ചെയ്യുന്നത് നീയും കണ്ടു പഠിക്കാതെ ദൈവവചനത്തിന് അടിസ്ഥാനമായി ജീവിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്ന്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇതുവരെ എന്റെ ജീവിതത്തിനകത്ത് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് നീ അശുദ്ധി തുടരുകയാണെങ്കിൽ, യേശുവിന്റെ കർത്താവേ, ഇതുവരെ സംഭവിച്ച പാപങ്ങൾക്ക്, ഈ ലോക സൗഹൃദ അശുദ്ധി ഞാൻ വീണുപോയത് എനിക്ക് മാപ്പ് നൽകണമേ. എന്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ച് എനിക്ക് വിശുദ്ധ ജീവിതം നയിപ്പാൻ അങ്ങനെ വരവിൽ പ്രത്യാശയോടെ അങ്ങോടുകൂടെ എടുക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൂടിയ ചെറിയ വലിയ ലോകം 800 കോടി ജനത്തെ കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവര്, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSF, CRP, ക്രമസമാധാന പാലകർ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ, കരയിലും കടലിലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്നവർ, വാഹനം സഞ്ചരിക്കുന്നവർ, വാഹന നിർമ്മാതാക്കളെ, സമുദ്രത്തിലെ ആഴങ്ങൾ ജോലി, സമുദ്രത്തിൽ ജീവിക്കുന്ന മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, വിവിധ കരികളിലും കമ്പികളിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായി വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, എല്ലാ കർത്താവ് സ്തോത്രം, കൺസ്ട്രക്ഷൻ രംഗത്തും മെക്കാനിക്കൽ രംഗത്തും മോട്ടോർ രംഗത്തും എല്ലാ കർത്താവ് സ്തോത്രം, വലിയ ട്രേഡ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായി ഇവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്. പൊതുമേഖലയിൽ, സഹകരണമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, ഭാഗ്യമേഖലയിലെ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർ, മത സാമൂഹ്യ സാംസ്കാരിക സംഘടന നേതാക്കന്മാർ, ചരിത്ര മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവർ, ഹല്ലേലൂയ, തലമുറകൾ പാപത്തിൽ വീണ്, ശാപത്തിൽ വീണ്, ലോക സൗഹൃദം അകപ്പെട്ട്, മദ്യത്തെ മയക്കൊരു ലഹരി പദാർത്ഥം അകപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നവർ, ഹല്ലേലൂയ, പലരും അടിമപ്പെട്ട് കിടക്കുന്നവർ, കഞ്ചാവിനെ മയക്കുവിന് ലഹരി പദം അടിമപ്പെട്ട് കിടക്കുന്നവരെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ.
പാപസ്വഭാവങ്ങൾ വിട്ട് കർത്താവിന്റെ വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കുന്ന ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തിലും വിശ്രമിക്കും യാചകർ ഓർഫനേജ് കോട്ടേജ് തടവറയിലായിരിക്കുന്ന സകല ജനതയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ജനമാനസാന്തപ്പെട്ട് ദേശത്ത് വിദേശ രാജ്യങ്ങൾ ജോലിക്ക് പഠിക്കാൻ കടന്നു പോയിരിക്കുന്ന തടവറയിലായിരിക്കുന്നവർ വിസ നഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയാത്തവർ വിദേശ രാജ്യങ്ങളിൽ വിവിധ ഭവനങ്ങൾ ജോലിക്ക് പോയി സൗരം പീഡയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം ദൈവസന്റെ ഉറപ്പോടെ വിശുദ്ധ ജീവിതം വെച്ച് കർത്താവിനോട് വ്യാപരിക്കപ്പെടുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് സകല മേഖലയിലെ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവിന് വിശുദ്ധി അനുഭവം ജനത്തെ കൊടുക്കണം. കർത്താവിന്റെ വരവിനായി ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശു കർത്താവിന്റെ വിളിയേറെ നാമത്തിൽ തന്നെ. ആമേൻ.